ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു മാസ്കാണ്. ഇത് V800 എന്ന് പറഞ്ഞ വീനസിൻ്റെ ഒരു മാസ്കാണ്. അപ്പോൾ നമ്മൾ പെയിൻ്റ് അടിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മളെ സുരക്ഷ അത് മാസ്ക് വെച്ചിട്ട് സ്പ്രേ പെയിൻ്റ് ആണെങ്കിൽ മാസ്ക് വെച്ചിട്ട് അത് ഉറപ്പ് വരുത്തേണ്ടതാണ്. അത് നമുക്കിപ്പോൾ ഇവിടെ നമുക്ക് ഒരു ബെസ്റ്റായിട്ട് ചീപ്പ് റേറ്റിന് ബെസ്റ്റായിട്ട് കിട്ടുന്ന മാസ്ക് വീനസിൻ്റെ ആണ്. 3M ഉണ്ട്. 3M വീനസിനെക്കാളും റേറ്റ് കുറച്ച് കൂടുതലുണ്ട്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ കഴിഞ്ഞ മാസ്കും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാസ്ക് ഉണ്ട്. അത് വീനസിൻ്റെ മാസ്കാണ്. ഇപ്പോൾ പുതുതായിട്ടൊരു മാസ്ക് വാങ്ങിച്ചിട്ടുണ്ട്. മുന്നേ അത്യാവശ്യം റേറ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ മാസ്കിനൊക്കെ പഴയ പോലെ റേറ്റൊന്നുമില്ല, റേറ്റൊക്കെ കുറഞ്ഞിട്ടുണ്ട്. മുന്നേ വാങ്ങിച്ചപ്പോൾ 2000-ന് മുകളിൽ റേറ്റ് വന്നെന്ന് എനിക്ക് തോന്നുന്നു. 2000-ന് മുകളിൽ റേറ്റ് വന്നു തോന്നുന്നു. ഇപ്പോൾ താരതമ്യേന ആ റേറ്റൊന്നുമില്ല. ഒരു 1500 താഴെയായിട്ട് വരുന്നുള്ളൂ മാസ്കിന്. 1200 ഓൺലൈനിൽ ആമസോണിലുണ്ട്. ആമസോണിൽ തന്നെ 1200 രൂപ, 1199 രൂപയെ ആമസോണിൽ റേറ്റ് വരുന്നുള്ളൂ. അപ്പോൾ മാസ്ക് തീർച്ചയായിട്ടും എല്ലാവരും സ്പ്രേ പെയിൻറ്റ്, അതേസമയം നമ്മൾ പൊടി അങ്ങനെയുള്ള വർക്കൊക്കെ എടുക്കുന്ന ഡിസ്പോസിബിൾ മാസ്ക് ഉപയോഗിച്ചാൽ മതി. നമ്മൾ ഫുൾ ടൈം ഈ മാസ്ക് ഉപയോഗിക്കരുത്. സ്പ്രേ ചെയ്യുമ്പോൾ മാത്രം ഉപയോഗിക്കുക. കാരണം നമുക്ക് ഇത് ഫുൾ ടൈം ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഇത് ബുദ്ധിമുട്ടുണ്ടാകും. നമുക്ക് ഒരുപാട് എയർ ഇതിൻ്റെ അകത്ത് നല്ലപോലെ നമുക്ക് എയർ കിട്ടില്ല. ചെറിയ സ്ട്രെയിൻ കൊടുത്ത് വലിക്കണം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഓക്സിജൻ്റെ അളവ് കുറയും. അപ്പോൾ നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരമൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇത് വലിയ ബുദ്ധിമുട്ടാവും. കണ്ടിന്യൂ അങ്ങനെയൊന്നും രാവിലെ തൊട്ട് വൈകുന്നേരമൊക്കെ ഉപയോഗിക്കേണ്ടി വന്ന് ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പോൾ സ്പ്രേ അടിക്കുന്ന ടൈം കുറച്ച് സമയങ്ങളിൽ കുറച്ച് സമയം ഇപ്പം അങ്ങനെ ഒരു രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒന്നും സ്പ്രേ ചെയ്യാനേ പാടില്ല. സ്പ്രേ വർക്ക് ചെയ്യാനേ പാടില്ല. അത് നമ്മളെ ലൈഫിനെ ഒരുപാട് ബാധിക്കും. അപ്പോൾ നമുക്ക് മാസ്ക് വെച്ച് ചെയ്യുമ്പോൾ ഓക്സിജൻ്റെ അളവ്, ബ്ലഡിൽ ഓക്സിജൻ്റെ അളവ് കുറയും. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുറേ കെമിക്കൽ കണ്ടൻറ്റ് ഫിൽട്ടർ ചെയ്യാൻ ഈ കാർബൺ ഫിൽട്ടർ മാസ്ക് ഉപകരിക്കും. അപ്പോൾ ഇത് 2 സൈഡ് ഫിൽട്ടർ വരുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് കാർബൺ ക്രിസ്റ്റലാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അതിൻ്റെ വെളിയിലായിട്ട് നമുക്ക് ഇങ്ങനെ ഡിസ്പോസിബിൾ ചെയ്യാൻ പറ്റുന്ന രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെയുള്ള ഒരു ഫിൽറ്ററും കൂടെ കിട്ടും. ഇതിന് 80 രൂപയാണ്. ഒരു 2 സൈഡ് ഇടാൻ പറ്റും. 2 സൈഡ് ഉള്ള ഒരു പേക്കിന് 80 രൂപയാണ്. അപ്പോൾ നമ്മളിത് കുറച്ച് കാലം നമുക്ക് ഏകദേശം എത്ര നമുക്ക് ബുദ്ധിമുട്ടുണ്ട് ആ തോന്നുന്ന നമുക്ക് ആവശ്യത്തിൽ എയർ കിട്ടുന്നില്ല എന്ന് കാണുമ്പോൾ നമ്മളിത് മാറ്റി കൊടുക്കണം. 80 രൂപയാണ്. അപ്പോൾ നമുക്കിത് വാങ്ങിക്കുമ്പോൾ ഈ ഒരു സെറ്റേ കിട്ടുന്നുള്ളൂ. ഇത് അത്യാവശ്യം പഴക്കമുണ്ട്. കുറച്ച് കാലങ്ങളായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത്. ഇത് മുന്നേ മാറേണ്ടതാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഫിൽറ്ററൊക്കെ മാറ്റി അത് ക്ലീൻ ചെയ്ത് ഇതിന് തന്നെ ഞാൻ ഒരു 10 പ്രാവശ്യം പുറമേ കാണുന്ന ഫിൽറ്റർ ചേഞ്ച് ചെയ്ത് കാണും. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. എന്നാലും ഞാൻ ഇത് മാറ്റണം എന്നുള്ള ഉദ്ദേശത്തിലാണ് പുതിയൊന്ന് വാങ്ങിച്ചിട്ടിപ്പം കുറേ ആയി. അപ്പോൾ നമ്മൾ പിന്നെ ചൂടുവെള്ളം ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ഇന്നറൊക്കെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇൻസൈഡൊക്കെ ചൂടുവെള്ളം ഉപയോഗിച്ചിട്ട് തുടച്ചെടുക്കുകയോ കഴുകിയെടുക്കുകയോ അല്ലെങ്കിൽ വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുക്കുകയോ ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് ഇത് ഗുണത്തേക്കാളേറെ ദോഷം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. എന്തെന്നാൽ നമ്മളെ ഇതിൻ്റെ ഈ വേർപ്പും കാര്യങ്ങളൊക്കെ ആയി ചിലപ്പോൾ ഫംഗൽ ഇതിൻ്റെ ഉള്ളിൽ ഫംഗസ് വരും. അപ്പോൾ അത് വലിച്ച് കയറ്റി കഴിഞ്ഞാൽ അതിലും വലിയ ഇൻഫെക്ഷൻ വരും. അതുപോലെ തന്നെ എന്തായാലും ഇതിൻ്റെ അകം ചൂടുവെള്ളം ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ ഉണക്കി വെച്ചിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഉപയോഗത്തൊക്കെ ഇന്നിപ്പോൾ ഇത് ഉപയോഗിക്കുന്നതിനെക്കാട് ഉപദ്രവമാവും, അതിനെക്കാട് ദോഷം വരും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പറയേണ്ടത്. ആമസോണിൽ ഇത് വാങ്ങിക്കാൻ കിട്ടും. നമ്മളെ അടുത്തുള്ള കടയിൽ നിന്ന് ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. പഴയതും കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇപ്പം താരതമ്യേന റേറ്റ് കുറഞ്ഞിട്ടുണ്ട്. 3M എന്ന് പറഞ്ഞ കമ്പനീൻ്റെ മാസ്ക് ഉണ്ട്. അതിനും റേറ്റ് കുറഞ്ഞു. ആദ്യമൊക്കെ 4000 ആ റേഞ്ചിൽ 4500 ഉണ്ടായിരുന്നു. പുറത്തുനിന്നൊക്കെ വരുത്തിച്ചിട്ടൊക്കെയാണ്. ഇപ്പോൾ ഓൺലൈനിൽ കിട്ടാനുണ്ട്. എല്ലാ മാസ്കും ഓൺലൈനിൽ കിട്ടാനുണ്ട്. അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ നമ്പർ കൊടുക്കുക, ആമസോണിൻ്റെ ലിങ്ക് കൊടുക്കുക. ആമസോണിലുണ്ട് ലിങ്ക് കൊടുക്കുക. ഇതിൻ്റെ തന്നെ
ഡബിൾ സിലിണ്ടർ അല്ലാതെ സിംഗിൾ സിലിണ്ടറിലുള്ളതുണ്ട്. പല വീനസിൻ്റെ പല മോഡൽ മാസ്ക് ഉണ്ട്. ഞാൻ അവരെ ഡിസ്ട്രിബ്യൂട്ടേഴ്സെല്ലാമായിട്ട് മുമ്പ് കോണ്ടാക്ട് ചെയ്തിനി. അപ്പോൾ റേറ്റൊന്നും വലിയ വ്യത്യാസമില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഒരുപാട് വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ തിരക്ക് കാരണം അതൊന്നും പല പ്രശ്നങ്ങൾ, ഫോണിന് കംപ്ലൈൻറ്റ്, അത്യാവശ്യം ക്ലാരിറ്റിയിലൊരു ഫോൺ ഉണ്ടായിരുന്നു, അത് ഫോണിൻ്റെ ഡിസ്പ്ലേ ലൈൻസ് വീണ് കംപ്ലൈൻ്റായി. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ ഒന്നും കണ്ടിന്യൂ ചെയ്യാനോ വലിയ താല്പര്യമൊന്നും ഇല്ല, അങ്ങനെയെല്ലാം ആയി. അപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്ത് തന്നെ ഒരുപാടുണ്ട്, അപ്ലോഡ് ചെയ്യാത്ത ഒരുപാട് വീഡിയോ ഉണ്ട്. കുറേ കാലപ്പഴക്കം കൊണ്ട് തന്നെ അത് ഇങ്ങനെ ഇതായിട്ട് കിടക്കുന്ന വീഡിയോ ഉണ്ട്. അപ്പോൾ കണ്ടിന്യൂ വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ എല്ലാവരും നല്ലപോലെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ നല്ല വീഡിയോ ആയിട്ട് എത്തുന്നതായിരിക്കും. താങ്ക് യു, ബൈ.